ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വേർഗോന് വേണ്ടിയിട്ട് വേർഗോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. മാർച്ച് മാസത്തിൻ്റെ എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവേണ്ടത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മാർച്ച് മാസത്തിൻ്റെ മെസ്സേജസ് പറയണത് നിങ്ങൾക്കെന്ന് നമ്മൾക്കിപ്പോൾ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വേർഗോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി എംപറർ ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് എനർജി ഉള്ളത്? പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ പേജ് ഓഫ് വോൺസ് ആയിരുന്നു. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറുടെ എനർജി നിങ്ങളുടെ 6 ഓഫ് വോൺസ്. നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ 6 ഓഫ് സോഡ്സ്. അഡ്വൈസ് ആയിട്ട് വന്നിരിക്കണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ 5 ഓഫ് കപ്സ് ആണ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ വേർഗോ, ഞാനിവിടെ കാണുന്നത് എംപറർ എനർജിയാണ് ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എംപറർ എനർജി ഏരീസ് എനർജിയാണ്. നിങ്ങളൊരു ഏരീസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇതൊരു സ്ട്രക്ചറും ഡിസിപ്ലിൻഡ് എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ മാസം നിങ്ങൾ എല്ലാം കാര്യത്തിൽ ഡിസിപ്ലിൻഡ് വേയിലാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാം കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളെല്ലാം കാര്യത്തിൽ കൺട്രോളിലാണ്. ഒന്നും ഔട്ട് ഓഫ് കൺട്രോൾ അല്ല നിങ്ങളുടെ ലൈഫിൽ. എല്ലാം ഒരു റുട്ടീൻ പോലെ ഒരു എനർജി. ഓക്കെ, അപ്പോൾ ഈ എംപറർ എനർജി എന്താണ് ഇവിടെ? അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് വന്നിരിക്കണു. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ അടുക്ക് ചിലവർക്ക് ഇത് വേറെ ഒരു പേഴ്സൻ്റെ എനർജി ആവാം. ഈ പേഴ്സൺ ആക്ച്വലി കാണുമ്പോൾ അവർ ഒരു സ്റ്റേബിൾ പേഴ്സൺ ആയിട്ടാണ് പറഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. പക്ഷേ ഇവർ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ടാണ്. എന്ന് വെച്ചാൽ അവർ ഇടയ്ക്ക് വരും, മെസ്സേജ് ചെയ്യും, പിന്നെ ഒരു ന്യൂസും ഇല്ല. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ അല്ലാത്ത മാതിരി. ഈ മാസം അവർ തിരിച്ചു വരണു. ഓക്കെ, അപ്പോൾ പക്ഷെ ഇതിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ അവർ എപ്പോഴാണ് ഇപ്പോൾ ആദ്യം ഒരു ഡിസപ്പിയർ ആവുകയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ്. അപ്പോൾ ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ എനർജി ഞാൻ കാണുന്നത് കുറേ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ ആക്ച്വലി സ്റ്റേബിൾ അല്ല. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു മുമ്പും ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. അവർ മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വരും, ഡിസപ്പിയർ ചെയ്യും, പിന്നെ ആദ്യം മെസ്സേജ് ചെയ്യും, പിന്നെ കുറേ സമയം കഴിഞ്ഞാൽ ആദ്യം ഒരു ന്യൂസൊന്നും ഇല്ലാണ്ട് ഒരു എനർജി. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അത്ര ഒരു എക്സൈറ്റഡ് ഒന്നും അല്ല ഇവർ തിരിച്ചു വരുമ്പോൾ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് പേജ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ പേജ് ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇതൊരു എന്താ പറയുക, പാഷൻ്റെ എനർജിയാണ് പേജ് ഓഫ് വോൺസ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളെ പാസ്റ്റിലും മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് കുറേ ഒരു ബാഗേജ് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ പാസ്റ്റിലും അവർ നിങ്ങളുടെ കൂടെ റീകണക്ട് ചെയ്തു. പക്ഷേ എവിടെയോ അതിൽ കുറേ വഴക്കുണ്ടായിരുന്നു, കുറേ വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് പാസ്റ്റിലും കുറേ ഒരു ഡിഫിക്കൾട്ട് റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു. ഇപ്പോൾ കറണ്ട് എനർജിയിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്, ബാലൻസ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ
പാസ്റ്റ് അവരുടെ കൂടെ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ മാസം എന്തോ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ സിറ്റുവേഷനെ എൻഡ് ചെയ്യാൻ പോകണു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബാലൻസ് ചെയ്യണ ഒരു എനർജി ഇഷ്ടമല്ല, നിങ്ങൾക്ക് സ്റ്റേബിലിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഈ പേഴ്സൺ ഒട്ടും ഒരു സ്റ്റേബിൾ അല്ലാത്ത കാരണം നിങ്ങളൊരു തീരുമാനം എടുക്കണു ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അത് മാത്രമല്ല, ഇവിടെ ഒരു പുതിയ പേഴ്സണിൻ്റെ എനർജിയും കാണാണ്ട്, ഒരു ക്വീൻ ഓഫ് കപ്സ്, ഒരു പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടിയും ഒരു ഇമോഷണൽ സ്റ്റേബിൾ എനർജി കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണോ, ഒരു വലിയ ഡിസിഷൻ എടുക്കണോ. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ വാട്ടർ സൈൻ അല്ലാണ്ട്, ഈ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ പേഴ്സൺ അല്ലാണ്ട് വേറെ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയും കാണാണ്ട്. അപ്പോൾ അവർ ആദ്യം ട്രൈ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ. 6 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? 3 ഓഫ് വാൻഡ്സ്. അപ്പോൾ എവിടെയോ അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് അവർ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫറായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. അവർ ഫൈനലി അവരുടെ ഇമോഷൻസും ഫീലിങ്സൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും. നിങ്ങളും എവിടെയോ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷേ ഈ പേഴ്സൺ ഒരു സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേറെ ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടോയെന്ന് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ ആദ്യം നിങ്ങളുടെ ലൈഫിൽ വരണേ, എന്തോ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവണേ. നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള തീരുമാനം ഇട്ടുവച്ചാലും ഞാൻ കാണുന്നത് ഇവർ തിരിച്ചു വരും. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നിങ്ങൾക്ക് ഈ ഇൻസ്റ്റെബിലിറ്റി തന്നെയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഒരു സ്റ്റേബിലിറ്റി ഇല്ല. ചില ദിവസം ഒരുമാതിരിയാണ്, പിന്നെ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി ഇടയ്ക്ക് വരും, മെസ്സേജ് ചെയ്യും. അപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്കും ഒരു ലോ ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്, ഒരു റിജക്റ്റഡ് പോലെ. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്, കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെ, ഒരു ചിലപ്പോൾ കുറേ നല്ല പോലെ സംസാരിക്കും, പിന്നെ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ മാതിരിയാണ് നിങ്ങൾക്ക് തോന്നുക. അങ്ങനത്തെ ഒരു സ്വിച്ച്, പേഴ്സണാലിറ്റി തന്നെ മാറി പോകണ മാതിരി ഒരു എനർജി കാണാണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സും പറയണത് നിങ്ങളോട് ഇവിടെ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം, ഒരു ധൃതിയൊന്നുമില്ല ഒരു ഡിസിഷൻ എടുക്കാൻ, തീരുമാനം എടുക്കാൻ. നിങ്ങൾക്ക് ഒരു ധൃതിപ്പെട്ട് ഒന്നും ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. മെല്ലെ ആലോചിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ സീരിയസ് ആണോ നിങ്ങളെക്കുറിച്ച്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മതി. ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ, ശരിക്കും ഒരു മാറ്റം ഉണ്ടോ, അതല്ല ഇവർ ആദ്യം ഇങ്ങനെ മുമ്പത്തെ മാതിരി തന്നെയാണോ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മതി. അതല്ല ഇവരുടെ കൂടെ ക്ലിയറായി സംസാരിച്ചിട്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടും സമയം എടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് മതി ഈ പേഴ്സൻ്റെ ആക്ച്വൽ ബിഹേവിയർ എന്താണ് അവരുടെ മനസ്സിലില്ലെന്ന്, അതൊക്കെ അറിഞ്ഞിട്ട് മതി ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു ലോസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ അത്രയും ഇഷ്ടമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫോക്കസ് മുഴുവനെ നിങ്ങളുടെ ജോലിയിലായിട്ടാണ്. വേറെ കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണു. ഇവിടെ ഞാൻ ഔട്ട്കം കാണുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ മാസം ആക്ച്വലി നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷനാണ് എടുക്കാൻ പോണത്, ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് കോൾ. ഒരു സിറ്റുവേഷനെ എൻഡ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം. എന്താ വെച്ചാൽ നിങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പാസ്റ്റിൽ ഈ പേഴ്സൺ എങ്ങനെയായിരുന്നു, ഇപ്പോൾ വരണത് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ ജഡ്ജ് ചെയ്തിട്ടാണ് നിങ്ങളൊരു തീരുമാനം എടുക്കണത്. കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ഇമോഷണൽ എനർജി കാണാണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ഈ പേഴ്സൻ്റെ കൂടെ ഫ്യൂച്ചർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് ആക്ച്വലി ഉള്ളതെന്ന്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നോക്കും. തീരുമാനം എടുക്കാൻ പറ്റില്ല വെച്ചാൽ യൂണിവേഴ്സ് പറയണ മാതിരി വെയിറ്റ് ചെയ്തിട്ട് ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മതി. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്?
ഓറക്കിൾ മെസ്സേജ് വന്നിരിക്കുകയാണ് ദർ ഇസ് സംതിങ് ബെറ്റർ എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷും ഹിന്ദി ചാനലൊക്കെ ഫോളോ ചെയ്യേണ്ട വെച്ചാൽ അവിടെയും ഈ മെസ്സേജ് തന്നെയാണ് എപ്പോഴും വരണത്. പറഞ്ഞാൽ വെർഗോന്ന് വേണ്ടിയിട്ട് ഈ മെസ്സേജ് തന്നെയാണ് വരണത്. ഞാൻ ഷഫൽ ചെയ്തിട്ടാണ് കാർഡ്സ് എടുക്കണേ, അത് ഉണ്ടായിട്ടും ഷഫൽ ചെയ്തിട്ടും ഈ കാർഡ് തന്നെയാണ് എല്ലാം പ്രാവശ്യം വന്നിരിക്കണേ. അപ്പോൾ ആ മെസ്സേജസ് കൂടിയും നോക്കുക. എന്താ വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ മെസ്സേജസ് കിട്ടിയെന്ന് വരും. പക്ഷേ ഇതാണ് കൺസിസ്റ്റൻ്റ്ലി ഈ മെസ്സേജാണ് വരണേ. അപ്പോൾ എവിടെയോ എനിക്ക് തോന്നുന്നത് ഇത് ആർക്കോ റെസൊനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ മെസ്സേജ്. ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.